ഏതാണ് ഏതാണ് ആ മാളാത്താൻ്റെ ആ പച്ച ആയതുകൊണ്ടല്ലേ ആ ശരിയാണല്ലോ ഇത് ഞങ്ങളെ നാട്ടിലത്തെ കാര്യപ്പെട്ട ഒരാളാണ് അങ്ങനെ നിങ്ങളെ ഉപദേശങ്ങളൊക്കെ തരുന്നൊരു ഉപദേഷ്ടാവാണ് ആള് ഭയങ്കര ഫണ്ണി കേട്ടോ വൺ കോമഡിയാണ് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് കുറേ തగ్గടിച്ചു പൂട്ടുവോ ചായ അടിച്ചോ പൊറോട്ട അടിച്ചോ നെല്ലിക്കുത്ത് പോയി പാലത്തുങ്ങക്ക കാറ്റ് എന്താ ഇപ്പൊ നദി കൂടെ അങ്ങനെ വന്നത് നേരം വെളുത്തേക്ക് നിങ്ങള് മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങിക്കുന്നിട്ട് ഏത് ദിശയിലേക്കാ കാറ്റ് ആ കാറ്റിനനുസരിച്ച് അങ്ങനെ പോകൂലേ അതെ അതെ ഇത് ഞങ്ങളെ വീടിന് അവിടെ ഗ്ലാസ് ഇടാം ഞങ്ങളെ വീടിനെ കുറിച്ച് അഭിപ്രായം പറയാം കേട്ടോ സൺസൈഡ് ഇങ്ങനെ കൊടുക്കരുത് എന്ത് തൂങ്ങുന്ന് ഫുൾ ഒന്നായിട്ടായ ഭംഗി ഉണ്ടാവുന്ന ഇവര് പറയണേ അതൊക്കെ പണ്ടത്തെ മോഡലാണ് ഇതൊക്കെയാണ് ഇതിനുള്ള പോരായ്മകള് അതൊക്കെ രസല്ലേ അങ്ങനെ ഒരു രസം എല്ലാരും ഒരേമാതിരിക്ക് ചെയ്ത രസം ഉണ്ടാവില്ല ഒരു അപ്പൊ നിങ്ങള് കണ്ടോണ്ടി ചൊറുക്കേ കരം അതെ സെറ്റാവും എന്നിട്ട് പേരക്കുട്ടി ഉണ്ട് ഇവിടെ എവിടെ ഏത് ഭാഗം അവിടെ ഒരു ചെറിയ വാർപ്പോ അവിടെ ഒരു ചെറിയ മടക്ക് കൊടുക്കുമെന്ന് പറഞ്ഞേന്നു അപ്പുറത്തേക്ക് വെള്ളം ഇതാവാന് പാരപ്പറ്റി ഒട്ടിയാണ് ആ തന്നെ അവിടെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് താഴ്ത്തിയിട്ടേ ചെറിയൊരു മടക്ക് കൊടുക്കണം എന്നാണ് അപ്പുറത്തെ ഭാഗത്തേക്ക് അത് മുറിച്ചൊഴിവാക്കണം അത് ആദ്യം പില്ലറിന് വേണ്ടിയിട്ടേ ഇട്ടതായിരുന്നു പിന്നെ കുറച്ചങ്ങോട്ട് മതി ഇനിയിപ്പോൾ വലിപ്പം കൂട്ടാൻ പറ്റില്ലല്ലോ ഒരാൾക്കോ താനെ ഒരാൾ സിറ്റ് ഔട്ടിൽ ഒരാൾക്ക് ഇരിക്കുക നിങ്ങളെ മാർക്ക് ഒരു നിങ്ങളെ മാർക്കത്താണ് 100 ആൾക്ക് നിൽക്കാടെ വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ഞാൻ അപ്പുറത്തേക്ക് ഒന്ന് പോയി നോക്കി ഇനി സജഷൻസ് ഇനി ചെയ്യാൻ പറ്റണത് ചെയ്തത് ഇപ്പം എന്തായാലും അങ്ങനെ ആയി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ നല്ല ഐഡിയ ഉള്ള മനുഷ്യനാട്ടോ നിങ്ങളെ മറ്റേ ഇതോടെ പൈസ ആയിട്ട് ഉണ്ടാക്കിയ റിങ് അപ്പൊ ഒഴിവാക്കിയോ എത്ര എത്ര ഏത് പൈസനെ കൊണ്ടാണ് ഉണ്ടാക്കിയത് 20 പൈസ കൊണ്ട് ചെമ്പിന്റെ കളർ അല്ലേ ചെമ്പാണത് പഞ്ചലോഹോ 20 പൈസേനെ കൊണ്ട് ഒരു റിങ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ മൂപ്പര് അത് ഷഫീഖാക്കും അങ്ങോട്ട് കാറിടാൻ വേണ്ടിട്ടേ ബാക്ക് അത് നമ്മള് ചെയ്താൽ റെഡി ആവില്ല അതിന് സ്റ്റെപ്പ് കുറച്ചും കൂടെ അങ്ങോട്ട് കെട്ടാണ്ട് ഒരു 2 ലെയറും കൂടെ അങ്ങോട്ട് കെട്ടും 2 വരി അപ്പം റെഡിയാക്കാം ഞാനൊക്കെ കണ്ണിങ് ഡ്രൈവറാണ് ഞാൻ ഇട്ടിക്കണമെന്നുണ്ടെങ്കിൽ എവിടെയും തട്ടൂല ഒരു എലമ്മ തട്ടൂല അപ്പം അങ്ങനെയാണ് പേരക്കുട്ടി ഉണ്ടോ ഇവിടെ പേരക്കുട്ടി ഉണ്ടോ ആ കൊറേ പണിയപ്പം ഇഞ്ഞു കൊടുക്കാണ്ടല്ലേ തന്നെ നോക്കാം നമുക്ക് ഒന്നും കെട്ടാൻ പറ്റില്ല നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ
എന്തെങ്കിലും ഐഡിയകളുണ്ടോ? പടുവൊന്നും പൊളിക്കണ്ട, ആയിക്കൂടെ അങ്ങനെ ഇടാക്കും. അങ്ങനെ വന്നിട്ട് എങ്ങനെ ഇറങ്ങും. ഓല സ്ഥലം ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് നമ്മളെ സ്ഥലം. അവിടെ കുറച്ച് സ്ലോപ്പ് ആക്കണം അല്ലേ? ഇവിടെ തന്നെ ഞാൻ വിചാരിച്ച് ഞാൻ ചെയ്താലോ. കുഞ്ഞുമാത്താൻ്റെ കുഞ്ഞുമാത്താൻ്റെ ആ കല്ല് എടുക്കണം. അത് കല്ല് കുഞ്ഞുമാത്താൻ്റെ അത് എടുക്കണം. മുറ്റം കൊണ്ട് തിണ്ട് കെട്ടൂലേ, ആ തിണ്ട് കെട്ടി വരുന്ന അതിനോടനുസരിച്ച് ഇവിടെ വന്നിട്ടാണ് ലാലാക്കിയാണ് ഇങ്ങനെ അനുസരിച്ച്. ഈ റോഡൊക്കെ ഇങ്ങനെ ഞെളുങ്ങിയത്. വലിയ വണ്ടി ഇറങ്ങിയിട്ടാ JCB ഒക്കെ. കോൺക്രീറ്റ് റോഡല്ലേ, അതിന് കൂട്ടമ്പത്തായ ഓറും കല്ലും വണ്ടിയൊക്കെ വന്നാൽ അങ്ങോട്ടും പൊട്ടി പൊളിയാക്കോ. കമ്പിയൊന്നും ഇട്ടിട്ടില്ല അടിയിൽ. എനിക്കറിയില്ല, ഇത് ഞാൻ വരുന്നതിൻ്റെ മുന്നേ അങ്ങനെ തന്നെയാ. കമ്പിയിലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും കുറേക്കണം. പിന്നെ അവിടെയൊക്കെ ആ ഭാഗത്തേക്ക് നല്ല ഇടിച്ചല്ലോ അല്ലേ. ഇപ്പം മണ്ണിട്ട് ഫില്ലായി. ഓട്ടോറിക്ഷയ്ക്കുള്ള പാകാണ്, അതിലേറെ വലിയ വണ്ടിയൊന്നും വേണം. ഒക്കെ ഇറക്കലില്ല ഇപ്പം ഇങ്ങോട്ട്. ഒരു ഓട്ടോറിക്ഷ സുഖമായിട്ട് ഇറങ്ങി വരുമ്പോൾ ഇതിൽ കൂടെ കാറ് ഇപ്പം എങ്ങനെ കയറ്റും? കാറിനും ഉള്ളൊരു ക്യാപ്പൊന്നുമില്ല. കറക്റ്റാ, കണക്കാണ്. കാറെന്താ അറിയോ, ഇവിടെ നിന്നൊക്കെ കയറ്റി കിട്ടണം സിറാത്ത് പാലത്ത് പോന്ന്. എന്നാൽ റോട്ടിൽ എങ്ങനെയെങ്കിലും ഓടി പഠിക്കുന്നു. എനിക്ക് ഇവിടെ നിന്ന് ഏറ്റവും പേടി, ഇവിടെയൊക്കെ എഡ്ജ് നല്ലപോലെ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ വീണ് പോവുമെന്ന്. ഇനി എനിക്കൊന്ന് ഇതിൽ കൂടെ വഴിയാക്കിയാൽ ഒന്ന് കയറ്റി നോക്കാല്ലേ. ഈ ഭാഗത്തേക്ക് അടുപ്പിക്കണം, എന്നിട്ട് അങ്ങനെ കയറ്റുക. അതിനവിടെ അത്ര എഡ്ജില്ല ഇല്ലല്ലോ. ഓരോട് കെട്ടണ്ട അറിയണം. അപേക്ഷ കൊടുക്കാം നമുക്ക്. ദയവ് ചെയ്ത് ഇവിടെ മതിൽ കെട്ടരുത്. പോവുക. എന്നായിക്കോട്ടെ, ശരി. അസ്സലാമു അലൈക്കും.